വെൽക്കം ബാക്ക് ടു സെറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇലയടയാണ്. നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയ ഇലയടയാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഫില്ലിങ്ങിനായിട്ട് പഴം നല്ല പഴുത്ത നല്ല നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചെറുപഴമാണെങ്കിൽ ചെറുപഴം, അതുപോലെ ഇപ്പോൾ ചക്കയുടെ സീസണാണ്, ചക്കപ്പഴം ഉപയോഗിച്ച് ഉണ്ടാക്കാം. അങ്ങനെ പലതരം വെറൈറ്റിയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇത് മാവെടുത്തിട്ടുണ്ട്. അല്പം ഒരുപാട് എടുത്തിട്ടില്ല, ഒരു 2 ഗ്ലാസ്. അതിങ്ങനെ അതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ ഈ വീഡിയോ കാണുന്നത് പോലെ ഈ ഒരു അളവിന് ഇതുപോലെ കുഴച്ചെടുക്കുക. ഒത്തിരി ലൂസാവാൻ പാടില്ല. ഈവനിങ്ങിൽ കോഫി ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണ് ഇലയട. അതുപോലെ ഇലയുടെ മണവും നല്ല ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് മാറി ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ ആക്കി അവർക്ക് നല്ല ഇഷ്ടമാണ്, അവർ കഴിച്ചോളും. അതുപോലെ ഇത് ഹെൽത്തിയാണ്. നമ്മൾ ആവിയിൽ വെച്ചാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്, എണ്ണ ഒട്ടും ചേർക്കുന്നില്ലല്ലോ. അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ്. അപ്പോൾ മാവ് ഇവിടെ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഈ ഒരു കണക്കിന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പം നമുക്കത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഫില്ലിങ്ങിനായിട്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിരകിയ തേങ്ങ, ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് മധുരത്തിനായിട്ട് നമുക്ക് ജാഗരി, വെള്ളം പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴവും തേങ്ങയും ജാഗരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇല നല്ല കഴുകി തുടച്ച്, ഞാനൊരു 4 അട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇല ഞാനിവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു മാവെടുത്ത് കുറച്ച് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ നമ്മളൊന്ന് കൈ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുമല്ലോ. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഈ ഇല ഇച്ചിരി നീളമുള്ള ഇലയാണ്, അപ്പം അത് മുഴുവൻ ഫില്ലാക്കി എടുക്കണ്ട. ആവശ്യത്തിന് അടയുടെ ഒരു വലിപ്പം ഉണ്ടല്ലോ, അതിനനുസരിച്ച് കണക്കാക്കി ഒന്ന് പരത്തിയാൽ മതിയാവും. അപ്പം നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് കുറവാണെങ്കിൽ നമ്മൾ പരത്തുന്നതനുസരിച്ച് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് കുറച്ചുകൂടെ വലിപ്പത്തിലാക്കി ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഒരു അടയ്ക്കുള്ള പാകത്തിന് ഞാനിത് പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നമ്മുടെ നേന്ത്രപ്പഴം ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ മുകളിൽ ഒരു ഹാഫ് പോർഷനിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് മടക്കിയെടുക്കുക. അപ്പോൾ ഇലയ്ക്ക് നീളം ഉള്ളതുകൊണ്ട് എളുപ്പമായി. അത് തിരിച്ചൊന്നുകൂടി ഇങ്ങോട്ട് മടക്കിയാൽ അവിടെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് നമുക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ 4 അടയ്ക്കുള്ളത് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു അപ്പച്ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊക്കെ തിളച്ച് വരട്ടെ. അപ്പോൾ ആവി വന്നതിന് ശേഷം ഈ അട ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ അടപ്പടച്ച് നല്ലവണ്ണം ഒന്ന് ഒരു 10-15 മിനിറ്റ് ആവിക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നോക്കൂ, ഇലയുടെ കളറൊക്കെ മാറിയില്ലേ? അപ്പം നമ്മുടെ ഇല അടയൊക്കെ നല്ല വെന്ത് വന്നു. ഇതുപോലെ ഇനി ഞാനിതൊന്ന് നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് ഇരിപ്പുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചിലർ എണ്ണ തേച്ച് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എണ്ണയൊന്നും ഞാൻ തേച്ച് കൊടുത്തിട്ടില്ല, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനേ. അപ്പം എന്നാലും കുഴപ്പമില്ല, അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ ഇനി ഞാനത് ഒന്ന് നടുവേ മുറിച്ച് കാണിക്കാം. ഫില്ലിംഗ് ഒക്കെ ഒന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നല്ല കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ? പഴവും
തേങ്ങയും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ചാറൊക്കെ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.